അരുണാചൽ പ്രദേശിൽ ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ദേവിയെയും ആര്യയെയും നവീൻ മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചെന്നാണ് നിഗമനം. മൂവരുടെയും ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചന. സ്കൂളിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് മാർച്ച് 26-ന് ആര്യ വട്ടിയൂർക്കാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മാർച്ച് 17-നാണ് ദേവിയും ഭർത്താവ് നവീനും കോട്ടയത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. മാർച്ച് 27-ന് മൂവരും തിരുവനന്തപുരത്ത് നിന്നും ഗുവാഹത്തിയിലേക്ക് വിമാനം കയറി. മാർച്ച് 17 മുതൽ 27 വരെ ദേവിയും നവീനും എവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് ഇനി കണ്ടെത്താനുള്ളത്. മാർച്ച് 28-നാണ് മൂവരും അരുണാചലിലെ ഹോട്ടൽ ബ്ലൂ പൈനിൽ മുറിയെടുക്കുന്നത്. 2 ദിവസത്തിന് ശേഷം ബുക്കിംഗ് നീട്ടി. ഇതിനുശേഷം ഇവർ പുറത്തു പോയിട്ടില്ല. അരുണാചൽ പ്രദേശിൽ ഇവർ സഞ്ചരിച്ച സ്ഥലത്ത് സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഹോട്ടൽ മുറിയിൽ നിന്നും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികയും 2 ബ്ലേഡും കണ്ടെത്തിയിട്ടുണ്ട്. ആര്യയുടെ കഴുത്തിലും ദേവിയുടെ കയ്യിലുമാണ് മുറിവ്. നവീന്റെ മൃതദേഹം ശുചിമുറിയിലാണ് കണ്ടെത്തിയത്. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇറ്റാനഗർ പോലീസിന്റെ നിഗമനം. ആയുർവേദ ഡോക്ടേഴ്സായ നവീനും ദേവിയും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണ് ജോലി ഉപേക്ഷിച്ചത്. പിന്നീട് ദേവി ജർമ്മൻ ഭാഷാ അധ്യാപികയായി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ പ്രവേശിച്ചു. ഇവിടെ വച്ചാണ് ആര്യയെ പരിചയപ്പെടുന്നത്. ദുർമന്ത്രവാദത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആര്യയുടെ പിതാവ് ദേവിയുമായുള്ള സൗഹൃദം വിലക്കിയിരുന്നു. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7-നാണ് നിശ്ചയിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. സ്കൂളിൽ അവസാനം വരെ പോകും. അവർക്ക് നല്ല താല്പര്യമാണ്. വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. ആ കാര്യത്തിലൊക്കെ പോകും. വളരെ സജീവമാണ്. എല്ലാ കാര്യത്തിലും ഉണ്ട്. നവീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. മരിക്കുന്ന രീതികൾക്കായി വീഡിയോകൾ പരിശോധിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ വട്ടിയൂർക്കാവിൽ നിന്ന് തിരിച്ച പോലീസ് സംഘവും ബന്ധുക്കളും വൈകിട്ടോടെ സിറോവാലിയിൽ എത്തും. ഇതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. മൂവരും ആത്മഹത്യ ചെയ്യാൻ എന്തിന് 3000-ലധികം കിലോമീറ്റർ അപ്പുറമുള്ള അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തുവെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം അഭ്യസ്തവിദ്യരായ 3 ചെറുപ്പക്കാരെ അന്ധവിശ്വാസത്തിലേക്കും ദുർമന്ത്രവാദത്തിലേക്കും പ്രേരിപ്പിച്ച ഘടകമെന്ത്? മൂവരുടെയും ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിച്ചാൽ ഇതിനുള്ള ഉത്തരം കിട്ടുമെന്നാണ് കേരള പോലീസിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്തു നിന്നും അജീഷ് ജയകുമാർ, 24. അജീഷ് ജയകുമാർ തത്സമയം ചേർന്നു. അജീഷ്, വിദ്യരായ 3 പേരാണ്. ഇവർ എങ്ങനെ ഇത്തരത്തിലൊരു ബ്ലാക്ക് മാജിക്കിന്റെ ദുരൂഹത ഇപ്പോഴും ഈ സംഭവത്തിൽ നിഴലിച്ചു നിൽക്കുകയാണ്. അജീഷ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു ബ്ലാക്ക് മാജിക്കിന്റെ ഇരകളാകുന്നു. ഈ ബ്ലാക്ക് മാജിക് അനുവർത്തിക്കാൻ വേണ്ടി അവർ ഇറ്റാനഗറിലേക്ക് ഇത്രയും ദൂരം പോകുന്നു. എന്തുകൊണ്ട് ഇറ്റാനഗർ എന്ന ചോദ്യം പ്രസക്തമല്ല അജീഷ്? അതിനോടൊപ്പം തന്നെ ഇവർ 3 പേർ മാത്രം ചേരുന്ന ഒരു സംവിധാനമാണോ? അതിനപ്പുറത്തേക്ക് ഇതിലൊരു വലിയ കണ്ണികളുണ്ടോ? ഇത് കേന്ദ്രീകരിച്ച ഗ്രൂപ്പുകളുണ്ടോ? അത്തരത്തിൽ സൈബർ എടുത്ത അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അജീഷ്? സുഹേല്, അക്ഷരാർത്ഥത്തിൽ അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്ത തന്നെയാണ്, ഒരു സംഭവം തന്നെയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള വട്ടിയൂർക്കാവ് സ്വദേശിയായ ആര്യയുടെയും കോട്ടയത്തു നിന്നുള്ള നവീനിൻ്റെയും ദേവിയുടെയും മരണം. ഇവർ നമ്മൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാർച്ച് 17-നാണ് ഈ ദേവിയും ഭർത്താവ് നവീനും കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതേപോലെ ആര്യ ഇറങ്ങുന്നതാകട്ടെ 27-നും. അതിനുശേഷം 27-ാം തീയതി ഇവർ വിമാനത്താവളത്തിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് പോകുന്നു. ഇതിന് മുമ്പ് വരെ ഇവരുടെ ഒരു പിന്നാമ്പുറം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ദേവിയും നവീൻ തോമസും ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. 13 വർഷമായി വിവാഹം കഴിച്ചിട്ട് ഇവർ തിരുവനന്തപുരത്താണ് ഇവർ പഠിച്ചതും. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് ആയുർവേദത്തിൽ ബിരുദം കരസ്ഥമാക്കുന്നു. അതിനുശേഷം ഒരുമിച്ച് ജോലിക്ക് കയറുന്നു, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. തുടർന്ന് റിസോർട്ടിലടക്കം പല സ്ഥലങ്ങളിലും മാറി മാറി ജോലി ചെയ്യുന്നു. ഈ 2015 വരെ തിരുവനന്തപുരത്തെ കോവളത്തുള്ള റിസോർട്ടിൽ ദേവി ജോലി ചെയ്തിരുന്നു. അവിടുന്ന് അതിനുശേഷം അവർ രാജിവെക്കുന്നു. ഇതിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, ഒരുമിച്ച് ഒരു മെഡിക്കൽ ഫാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് രാജിവെക്കുന്നതാണ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് തുടങ്ങാനായില്ല. പിന്നീടാണ് ഈ ദേവി തിരുവനന്തപുരത്തെ മറ്റൊരു സ്കൂളിൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാനായി പോകുന്നതും. അവിടെ വെച്ചിട്ടാണ് ആര്യയെ പരിചയപ്പെടുന്നത്. ആര്യ അവിടെ ഫ്രഞ്ച് ഭാഷാ അധ്യാപികയാണ്. ഇതിനെ തുടർന്നാണ് ഇരുവരും പരസ്പരം അടുക്കുന്നതും പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും. ഇവരുടെ ഒരു സമാന സ്വഭാവം എന്ന് പറയുമ്പോൾ ഇവർ 3 പേരും വളരെ അധികം അന്തർമുഖത്വമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയും അധികം ആരോടും ഇടപഴകാതെ വളരെ അടുപ്പമുള്ളവരോട് മാത്രം സംസാരിച്ച് ഇടപഴകുന്ന ഒരു പ്രകൃതമായിരുന്നു 3 പേർക്കുമുള്ളത്. ഇവരുടെ അറിയാവുന്നവർ പോലും പറയുന്നത് അങ്ങനെയാണ് ഈ ദേവിയും ഈ ആര്യയും തമ്മിൽ അടുക്കുന്നത്. പിന്നീട് ഈ ഭർത്താവിന് ഈ പല ജോലികളും ചെയ്ത് കേക്ക്
ബുക്കിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ചില സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കയ്യിലുണ്ടായിരുന്ന ബിരുദത്തിനനുസരിച്ചിട്ടുള്ള ജോലിയൊന്നല്ല ഈ നവീൻ പിന്നീട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവർക്ക് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് കടന്നിരിക്കാമെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പിന്നീട് ഇവർ ഈ 2 വർഷം മുന്നേയൊക്കെ ഇവർ ഈ നെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പുനർജന്മത്തെക്കുറിച്ചും അന്യഗ്രഹത്തിലെ ജീവിതത്തെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ വിശ്വസിച്ചിരുന്നതായി പറയുന്നു. ഈ സ്വാഭാവികമായ ഒരു സംശയം ഉയരുന്നത്, ഇവർ 3 പേർ ചേർന്ന് ഇറ്റാനഗറിലേക്ക് പോകുന്നു. അതിനർത്ഥം ഇറ്റാനഗറിൽ ഇത് സംബന്ധിച്ച ഒരു കേന്ദ്രമുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടോ, അങ്ങനെയുള്ള സൂചനകളാണോ, അതോ ആകസ്മികമായി ഇറ്റാനഗർ അങ്ങ് തെരഞ്ഞെടുത്താണ്? ഇതിനു മുമ്പ് ഇറ്റാനഗറുമായി അവർക്ക് പോയൊരു ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? സുഹൈൽ, ഈ നവീനും ദേവിയും മുമ്പ് 1.5 വർഷം മുമ്പ് ഇറ്റാനഗർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ വീട്ടുകാരോടൊന്നും പറയാതെയായിരുന്നു പോയത്. പിന്നീട് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് ഈ ഇറ്റാനഗറിൽ പോയി തിരിച്ചു വന്ന വിവരം പോയിരുന്ന വിവരം അവർ പറയുന്നത്. പക്ഷേ എന്തിനാണ് പോയിരുന്നടക്കമുള്ള കാര്യങ്ങളൊന്നും പിന്നീട് അവർ വ്യക്തമാക്കിയിരുന്നില്ല. പിന്നീടും ഇവരത് രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് പിന്നീട് ഈ ഒരു പുനർജന്മം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കടക്കുന്നത്. സത്യത്തിൽ ഈ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഈ മൂവരും ആത്മഹത്യ ചെയ്യാൻ എന്തിനാണ് ഇറ്റാനഗർ എന്നൊരു സ്ഥലം തെരഞ്ഞെടുത്തത്. മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തിരുവനന്തപുരത്ത് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സാത്താൻ ആരാധന പോലുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴും അത് ഒരു ജീവനെടുക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ജീവനെടുക്കുന്ന ഒരു സംഭവങ്ങളിലേക്കൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പോലീസിനെ അമ്പരപ്പിക്കുന്നതും തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 3000 കിലോമീറ്റർ അപ്പുറത്ത് യാത്ര ചെയ്ത് ആ ഇറ്റാനഗറിലെ സിറോ വാലി എന്ന് പറയുന്നത് ഒരു ഹണിമൂൺ വാലിയാണ്. അവിടെ ഈ വിവാഹം കഴിഞ്ഞവർ ഹണിമൂൺ ആഘോഷിക്കാൻ എത്തുന്ന ഒരു കേന്ദ്രമാണ്, രാജ്യാതിർത്തി കൂടിയാണ്, ഇത്തരത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ സിറോ വാലി. അവിടെ ഈ ഒരു തെരഞ്ഞെടുത്ത ഒരു ഹോട്ടൽ ബ്ലൂ പൈൻ എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. ഈ തെരഞ്ഞെടുത്ത ഹോട്ടലിന്റെ പരിസരത്ത് ഇറ്റാനഗർ, അതിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ ദൂരെയാണ് ഈ സിറോ വാലി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ അങ്ങനെ അധികം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ്. ഇങ്ങനെ ഒരു സ്ഥലം എന്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് വട്ടിയൂർക്കാവിൽ നിന്നുള്ള പോലീസ് സംഘം ഇറ്റാനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആ തിരിച്ച സംഘം അവിടെ എത്തിയിട്ട് ഈ ഹോട്ടൽ മുറി പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകൾ, ഇവർ 3 പേരും ടോബി ജോൺസൺ കൂടി കോട്ടയത്ത് ചേരൂ. ടോബി, ഈ ശാസ്ത്രമൊക്കെ റോക്കറ്റ് വേഗത്തിൽ കുതിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങളും അതേപോലെ തന്നെ നടക്കുന്നുവെന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നത്. ഈ കുടുംബവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇവർ ബേസിക്കലി ഇൻട്രോവേർട്ടായ ആളുകളാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് അവർ ചെന്നുവിട്ടതിന്റെ എന്തെങ്കിലും സൂചനകൾ കുടുംബത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ നേരത്തെ ലഭിച്ചിട്ടുണ്ടോ ടോബി? സുഹൈല്, നവീന്റെ കുടുംബമാണ് കോട്ടയത്ത് ഉള്ളത്. ഇവർ കല്യാണം കഴിച്ചതിന് ശേഷം കൂടുതലും തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഏതാനും 1 വർഷം മുമ്പ് ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിച്ചു എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നവീന്റെ കുടുംബം കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ഇന്നലെ നമ്മൾ അവിടെ ചെന്നപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾ പറയുന്നതിനോ ഒന്നും തന്നെ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് തൊട്ട അയൽവാസികളൊക്കെ പറഞ്ഞുള്ള ഒരു വിവരം തന്നെയാണ് ഇന്നലെയൊക്കെ നമ്മൾ പങ്കുവച്ചത്. എന്തായാലും ഈ ഒരു കാര്യം നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു ഇവർ എന്നുള്ള വിവരം തന്നെയാണ്. പക്ഷെ നവീന്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടുകാരുമായിട്ടൊക്കെ സഹകരിച്ച് അവരെല്ലാമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ നവീൻ പഠിച്ചത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ വീട്ടിൽ അധിക നാൾ ഉണ്ടാകില്ല. വീട്ടിലെത്തിയാൽ തന്നെ നാട്ടുകാരുമായിട്ടൊന്നും അങ്ങനെ ഇടപഴകുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് കൂടുതലായിട്ടുള്ള വിവരം നവീനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഈ ഇത് സംബന്ധിച്ച് ഒരു പുതിയ വാർത്ത കൂടി വരുന്നു. അരുണാചലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന ഡിവൈഎസ്പി ഒജിങ് ലെഗോ 24നോട്. മരിച്ചവരുടെ ബന്ധുക്കൾ ഇറ്റാനഗറിൽ എത്തിയിട്ടുണ്ട്. ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അരുണാചൽ പോലീസ് വ്യക്തമാക്കുന്നു. ആഭിചാരക്രിയയ്ക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ഡിവൈഎസ്പിയുടെ പ്രതികരണത്തിലേക്ക്. We found the body around yesterday, around 9:50 a.m. in the morning. We got the report that there are 3 dead bodies in a hotel called Blue Pine here at Zero. I think one of them is the couple, married couple, and the other one, the lady, other one is their friend. And currently we have shifted their body to KIMS Hospital, Naharlagan, for forensic analysis and postmortem. And their family, I think they will arrive today and they'll take the body. We'll hand over the body to them. Exactly, we'll try to do that. We have already shifted the body this morning. Okay. After the process of completion of postmortem, the dead bodies will be handed to the families. As of now, we don't have any findings to that. The story has started from Kerala only. Only the part that we have received is we are not aware of that. So that has to be verified. So we are doing the investigation, sir.
ബൽറാം നടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, ഇപ്പോൾ അരുണാചൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവരുടെ പ്രാഥമിക അനുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലൊരു ആഭിചാരക്രിയ എന്ന സാധ്യത അവർ തള്ളുന്നില്ല, അതിനൊപ്പം അത് അവർ അംഗീകരിക്കുന്നുമില്ല. പുറമേ ഒരു നാലാമത്തെ ഒരാളുടെ സാധ്യതകളോ പുറത്തുനിന്ന് ആരെങ്കിലും വന്നുവോ അല്ലെങ്കിൽ ഇതൊരു പ്ലാൻഡ് ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പറയുന്നുണ്ടോ? എന്തൊക്കെയാണ് അവരുടെ അന്വേഷണ അനുമാനങ്ങൾ? ഇക്കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് ആരെങ്കിലുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നോ, അതിന്റെ അടിസ്ഥാനത്തിലാണോ അവർ കേരളത്തിൽ നിന്നും ഇവിടെ എത്തി മുറിയെടുത്ത് താമസിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനായി ഈ പ്രദേശവാസികളിൽ ആരെങ്കിലുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. പുറത്ത് ഇറങ്ങിയ ഘട്ടത്തിൽ ഇവർ ആരെയെങ്കിലുമായി ബന്ധപ്പെടുകയോ ആരെയെങ്കിലും സന്ദർശിക്കുകയോ ചെയ്തോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അതിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചു എന്നാണ് അരുണാചൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന്റെ പ്രാഥമിക അനുമാനം അനുസരിച്ച് അത് ആത്മഹത്യയാണ് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമായിരിക്കും അത് ഔദ്യോഗികമായി അതിന് സ്ഥിരീകരണമാകുക. നിലവിൽ പോലീസിന്റെ അനുമാനത്തിൽ ആത്മഹത്യയാണ്. അതിനപ്പുറത്തേക്ക് ആഭിചാരവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാക്കാനാകൂ എന്നും നിലവിൽ ഇപ്പോൾ തെളിവ് ലഭിച്ചിട്ടില്ല എന്നും എങ്കിൽ പോലും അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ആ മുറിയിൽ നടത്തിയ പരിശോധനയിൽ നിന്നും അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഇന്ന് രാവിലെ ഈ മൃതദേഹങ്ങൾ തലസ്ഥാനമായ ഇറ്റാനഗറിന് സമീപമുള്ള നഹർലഗണിലെ ട്രിംസ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. സിറോയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യങ്ങളിൽ ഉള്ള ആശുപത്രികളില്ലാത്ത പശ്ചാത്തലത്തിലാണ് മൃതദേഹങ്ങൾ നഹർലഗോണിലേക്ക് മാറ്റിയിരിക്കുന്നത്. ബന്ധുക്കൾ എത്തിയതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. തുടർന്ന് ഇന്ന് വൈകിട്ടോടെ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് പോലീസ് എന്നാണ് ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇനി അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുക. ആഭിചാരത്തിനുള്ള സാധ്യതകളടക്കം പോലീസ് പരിശോധിക്കും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം പ്രദേശവാസികളും ആരെങ്കിലുമായും ഇവർക്ക് ബന്ധമുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സിറോയിലേക്ക് അവർ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇതിൽ നാലാമതൊരാൾക്ക് ബന്ധമുണ്ടോ എന്നോ അവരുടെ നിർദ്ദേശമനുസരിച്ചാണോ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഇവർ പോയതോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാകൂ. ശരി, കേരളത്തെ നടുക്കിയ വാർത്ത. അന്തർമുഖരായ അഭ്യസ്ത വിദ്യരായ 3 പേർ ഇറ്റാനഗറിൽ ചെല്ലുന്നു. അവിടെ നിന്ന് മുറിപ്പാടുകളോടുകൂടി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. ആഭിചാര ക്രിയകൾ നടന്നുവെന്ന സംശയമുയരുന്നു. പുനർജന്മം എന്ന വിശ്വാസത്തിൽ, അതിന്റെ എക്സ്ട്രീം വിശ്വാസത്തിൽ സ്വയം ജീവനെടുത്താണ് സംശയങ്ങൾ ഉയരുന്നു. ഇപ്പോൾ കേരള പോലീസും അരുണാചൽ പോലീസും സംയുക്തമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇറ്റാനഗറിലെത്തി, ഇവരെ മരണത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്ത്, കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, അങ്ങനെ ഒട്ടനവധി സംശയങ്ങളും ദുരൂഹതകളും ബാക്കി വെച്ച 3 മരണങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്.